സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 11 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2 തന്നെ അല്ലേ, മൊഡ്യൂൾ 2 തന്നെ പോർഷൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 2 എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബിൽഡിംഗ് മെറ്റീരിയൽസിലായിരുന്നു അല്ലേ. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് സിലബസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നാണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻസ് മാത്രം നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മോട്ടാറ്, അതുപോലെ തന്നെ സിമെൻറ്റുമാണ് അല്ലേ. സിമെൻറ്റ്, കോൺക്രീറ്റ് അല്ലേ, ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് ജസ്റ്റ് ഞാനൊന്ന് പറയാം. സിലബസിൽ നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേഡ് 1 എക്സാം റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ കാണാം. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ മുന്നുള്ള വീഡിയോസൊക്കെ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷനാണ് ഈ ഒരു സിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. ഫസ്റ്റ് വൺ സിമെന്റ് ആണ്. സിമെന്റിൽ നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ്? സിമെന്റിൽ കോമ്പോസിഷൻസ്, അതുപോലെ തന്നെ കോമ്പൗണ്ട്സ് പ്രസന്റ് അല്ലെ. കോമ്പൗണ്ട്സ് പ്രസന്റ്, മാനുഫാക്ചറിങ് മെത്തേഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെന്റ്, ടൈപ്സ് ഓഫ് സിമെന്റ് പ്രോപ്പർട്ടീസ്, ടെസ്റ്റ് ഓൺ സിമെന്റ്, കൺസിസ്റ്റൻസി ടെസ്റ്റ്, ഫൈനസ് ടെസ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, സെറ്റിംഗ് ടൈം ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ് ആൻഡ് ഫീൽഡ് ടെസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ യൂസസ് ഓഫ് സിമെന്റ്. പിന്നെ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അഗ്രഗേറ്റിൽ സാൻഡ്, സോഴ്സസ് ഓഫ് സാൻഡ്, റിവർ സാൻഡ്, സീ സാൻഡ് ആൻഡ് പിറ്റ് സാൻഡ്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് മൈനിങ് ഓഫ് സാൻഡ് ഫ്രം റിവേഴ്സ് ആൻഡ് സീഷോസ് ആൻഡ് സാൻഡ്, alternatives ഓഫ് സാൻഡ്, coarse aggregate materials generally used, requirements of good coarse aggregate, commonly used size for different applications, grading of coarse and fine aggregate അല്ലേ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മോട്ടാറാണ്. മോട്ടാറിൽ പ്രിപ്പറേഷൻ ഓഫ് ലൈം ആൻഡ് സിമെൻറ്റ് മോട്ടാർ നോക്കാനുണ്ട്. പ്രൊപ്പോർഷൻസ് ഓഫ് മോട്ടാർ ഫോർ വേരിയസ് ഐറ്റം ഓഫ് വർക്ക് ഉണ്ട്. ടെസ്റ്റ് ഓൺ സിമെൻറ്റ് മോട്ടാർ, സിമെൻറ്റ് കോൺക്രീറ്റ് എന്നുള്ള ഏരിയയിലേക്ക് വരുന്ന സമയത്ത് പ്രൊപ്പോർഷനിങ്ങും അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, PCC ആൻഡ് RCC, വാട്ടർ സിമെൻറ്റ് റേഷ്യോ, എഫക്ട്സ് ഓൺ വാട്ടർ സിമെൻറ്റ് റേഷ്യോൻ്റെ എഫക്ട്സ് ഓൺ സ്ട്രെങ്ത് ആൻഡ് വർക്കബിലിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് റെയിൻഫോഴ്സ്മെൻറ്റ്സ്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് വർക്കബിലിറ്റി, ടെസ്റ്റ് ഓൺ സിമെൻറ്റ് കോൺക്രീറ്റ്, ലബോറട്ടറി ടെസ്റ്റ് ആൻഡ് ഫീൽഡ് ടെസ്റ്റ്, സ്ലംബ് ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് വാട്ടർ യൂസ്ഡ് ഫോർ മിക്സിംഗ്. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാനുള്ളത്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. അതുപോലെ തന്നെ റെയിൻഫോഴ്സ്മെന്റിന്റെ ചെറിയൊരു ഏരിയയും കൂടെ ഉണ്ട് അല്ലേ ഈ സിലബസിലേക്ക്. അതും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്നുള്ള സെക്ഷനിൽ ക്വാളിറ്റീസ് ഓഫ് മെറ്റീരിയൽസ്, type of reinforcement used, characteristics of reinforcing material, preparation of concrete cubes and test on cubes, chemical admixtures, plasticizers and super plasticizers അല്ലേ. അപ്പം ഇത്രയും വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പം മാക്സിമം ഏരിയാസ് നമുക്ക് ലിമിറ്റഡ് ടൈമിൽ കവർ ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് തന്നെ ഈ ഒരു ഡിസ്കഷൻ സെക്ഷനിലേക്ക് വരിക. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. നമ്മളിപ്പോൾ റിവൈസ് ചെയ്യുന്ന ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് പഠിച്ചതിന് ശേഷം ഈ ഒരു റിവിഷൻ സെക്ഷൻ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചതൊക്കെ കറക്റ്റ് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഈ ഒരു രീതിയിൽ ഈ ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് സിമെൻറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സിമെൻറ്റ് അല്ലേ, സിമെൻറ്റ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സിമെൻറ്റിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എന്തായിരുന്നു? ഫസ്റ്റ് തന്നെ കോമ്പോസിഷൻസ് ആണല്ലേ നോക്കാനുള്ളത്. സിമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള കോമ്പോസിഷൻസ് അല്ലേ, കോമ്പോസിഷൻ ഓഫ് സിമെൻ്റ് ആണ്. ഏതൊക്കെയാണ് സിമെൻറ്റിലെ കോമ്പോസിഷൻസ് വരുന്നത്? കോമ്പോസിഷൻസ് ഓഫ് സിമെൻറ്റിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ലൈം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് എഴുതാം. കോമ്പോസിഷൻസ് ഓഫ് സിമെൻറ്റ്, കോമ്പോസിഷൻ ആണ് സിമെൻറ്റിൻ്റെ. ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ലൈം. ലൈമിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? ലൈമിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് 62 to 67% ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിലിക്കയാണ്. സിലിക്ക
സിലിക്ക വരുന്ന പെർസെൻറ്റേജ് 70 to 25% ആണ്. തേർഡ് വണ്ണ് വരുന്നതാണ് അലൂമിന അല്ലേ. അലൂമിനേൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? അലൂമിനേൻ്റെത് 3 to 8% ആണ്. പിന്നെ കാൽസ്യം സൾഫേറ്റ് അല്ലേ, കാൽസ്യം സൾഫേറ്റ് ആണ്. കാൽസ്യം സൾഫേറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? കാൽസ്യം സൾഫേറ്റിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് 3 to 4% ആണ്. 3 to 4% ആണ് വരുന്നത്. പിന്നെ അയേൺ ഓക്സൈഡ് ആണുള്ളത്. അയേൺ ഓക്സൈഡിൻ്റെത് വരുന്നത് 3 to 4% തന്നെയാണ്. പിന്നെ മഗ്നീഷ്യ വരുന്നുണ്ട്. മഗ്നീഷ്യ 1 to 3% എന്നുള്ള രീതിയിൽ. പിന്നെ ആൽക്കലി അല്ലേ, ആൽക്കലി 0.2 to 1% എന്നുള്ള രീതിയിൽ. ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഇതിലുള്ള ഓരോന്ന് ഇപ്പം 62 to 67% എന്ന് ചോദിക്കുന്നതിൽ ഒരു സിംഗിൾ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് 62 എന്നുള്ള രീതിയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഈ റേഞ്ച് കേട്ടോ, ഇതിൻ്റെ ഇപ്പോൾ ലൈമിൻ്റെ ആണെങ്കിലും സിലിക്കേൻ്റെ ആണെങ്കിലും ഒക്കെ റേഞ്ച് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിലിക്കേൻ്റെതും ജസ്റ്റ് പറയാം. സിലിക്കേൻ്റെതാണെങ്കിൽ 22 എന്നുള്ള രീതിയിൽ ഒരു സിംഗിൾ പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സിമെൻറ്റിൽ എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് അല്ലേ, ജസ്റ്റ് അതിൻ്റെ നോട്ട്സ് മാത്രം നമുക്ക് പറയാം. ലൈം ആണെങ്കിൽ ലൈമിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ലൈം നമ്മൾ സിമെൻറ്റിലേക്ക് അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ഒരു കോമ്പോണൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ബൈൻഡിങ് സ്ട്രെങ്ത് ആണ്. അതായത് സിമെൻറ്റിന് ബൈൻഡിങ് സ്ട്രെങ്ത് ആണ് അല്ലേ സിമെൻറ്റിന് കൊടുക്കുന്നത്. ഈ ഒരു ലൈം എന്ന് പറയുന്നത് ബൈൻഡിങ് സ്ട്രെങ്ത് ആണ് സിമെൻറ്റിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ അൺസൗണ്ട് ആവും എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സിലിക്കയാണ്. സിലിക്ക എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? സിലിക്കേൻ്റെത് പറയുന്ന സമയത്ത് സിലിക്ക സ്ട്രെങ്ത് തന്നെയാണ്. സ്ട്രെങ്ത് നമുക്ക് ഈ ഒരു സിമെൻറ്റിന് സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഇതിൻ്റെ സെറ്റിംഗ് ടൈം പ്രോലോങ് ചെയ്യും അല്ലേ. അപ്പം സിലിക്ക സ്ട്രെങ്ത് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ലൈമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലൈം ബൈൻഡിങ് സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സിലിക്കേൻ്റെ ഇത് പറഞ്ഞ സമയത്ത് സ്ട്രെങ്ത് അല്ലേ, ഇമ്പാക്റ്റ് സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്? പ്രോലോങ് സെറ്റിംഗ് ടൈം അല്ലേ, പ്രോലോങ് സെറ്റിംഗ് ടൈം എന്നുള്ളത് ഓർത്ത് വെക്കുക. സെറ്റിംഗ് ടൈം എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് അലൂമിനിയാണ് അല്ലേ. അലൂമിനിയം എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? അലൂമിന ക്യുക്ക് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അലൂമിനിയം എന്തിനാണ് ആഡ് ചെയ്യുന്നത് സിമെൻറ്റിലേക്ക്? ക്യുക്ക് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ, ക്യുക്ക് സെറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ആക്ട് ആസ് ഫ്ലക്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് കാൽസ്യം സൾഫേറ്റ് അല്ലേ. കാൽസ്യം സൾഫേറ്റ് പ്രൊലോങ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണ്. എന്താണ് ചെയ്യുന്നത്? പ്രൊലോങ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണ്. പ്രൊലോങ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം അത് നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് അയേൺ ഓക്സൈഡ് ആണ് വരുന്നത്. അയേൺ ഓക്സൈഡ് എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? അയേൺ ഓക്സൈഡ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് കളറാണ്. അത് നിങ്ങൾ ഈ ഒരു ബ്രിക്കിൻ്റെ ഇതിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു അല്ലേ. അയേൺ ഓക്സൈഡ് കളറാണ്. രണ്ടിലും കോമൺ ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. അല്ലാണ്ട് വരുന്ന സിലിക്ക ലൈം എന്നുള്ളതൊന്നും മാറിപ്പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് തന്നെ വാല്യൂസ് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മഗ്നീഷ്യ ആണ്. മഗ്നീഷ്യ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്നെസ് ആൻഡ് കളറാണ്. സ്മോൾ എമൗണ്ട് ഓഫ് ഹാർഡ്നെസ്സും ഈ കളറും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസ് ആയി കഴിഞ്ഞാൽ അൺസൗണ്ട് ആവും എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ആൽക്കലി ആണെങ്കിൽ എക്സസ് ആയി കഴിഞ്ഞാൽ എഫ്ലോറസൻസ് ആണ് കേട്ടോ. അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്സസ് ആയി കഴിഞ്ഞാൽ എഫ്ലോറസൻസിന് കാരണമാകും. എഫ്ലോറസൻസിന് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൽക്കലി ആണ്, മറന്നു പോരുത്. ഇത്രയാണ് കോമ്പോസിഷൻസ് ഓഫ് സിമെന്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് സിമെന്റിൽ തന്നെ നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ബോഗ് കോമ്പൗണ്ട്സ് അല്ലേ, അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് അല്ലേ. അപ്പം അത് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സിമെന്റിലെ കോമ്പൗണ്ട്സ് പ്രസന്റ് എന്നുള്ളത്. അപ്പം ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ് എന്നുള്ളത് നോക്കുക. കോമ്പൗണ്ട്സ് അല്ലേ,
കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ബോഗ് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയും. അപ്പം ഏതൊക്കെയാണ് വരുന്നത് ബോഗ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? ജസ്റ്റ് അതിൻ്റെത് C4AF അല്ലേ. C4AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെട്രാ കാൽസ്യം അലൂമിനിയം ഫെറൈറ്റ് അല്ലേ. C4AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാ കാൽസ്യം അലൂമിനോ ഫെറൈറ്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് ഏതാണ്? C3A അല്ലേ. C3A എന്താണ്? ട്രൈ കാൽസ്യം അലൂമിനേറ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് C3S ആണ്. C3S എന്താണ്? ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ആണ്. പിന്നെ ഫോർത്ത് വൺ വരുന്നതാണ് C2S. C2S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ കാൽസ്യം സിലിക്കേറ്റ് ആണ്. ഏതൊക്കെയാണ് ബോഗ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C4AF, C3A, C3S, C2S അല്ലേ. അപ്പം ഇത് 4 വരുന്നത്. C4AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാ കാൽസ്യം അലൂമിനോ ഫെറൈറ്റ്, C3A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ കാൽസ്യം അലൂമിനേറ്റ്, C3S ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, C2S ഡൈ കാൽസ്യം സിലിക്കേറ്റ് അല്ലേ. അപ്പം ഇത്രയാണ് ബോഗ് കോമ്പൗണ്ട്സ്. പിന്നെ അതിൽ നമുക്ക് ഈ ബോഗ് കോമ്പൗണ്ട്സിൻ്റെ തന്നെ ഹൈഡ്രേഷൻ റിയാക്ഷനും അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും കോമ്പോസിഷനും ഒക്കെ വെച്ചിട്ട് ഇതിന് ഏതാണ് കൂടുതലുള്ളതെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് C4AF അല്ലേ. C4AF നോക്കുകയാണെങ്കിൽ ഇത് റിയാക്ട് വിത്തിൻ 24 hours ആണ് അല്ലേ. റിയാക്ട് വിത്തിൻ 24 hours ആണ്. റിയാക്ട് വിത്തിൻ 24 hours. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലേ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് എത്രയാണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ 420 kJ/kg ആണ്. നോക്കുക. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് ഏതാണ്? C4AF കഴിഞ്ഞ് കഴിഞ്ഞാൽ C3A ആണ്. C3Aൻ്റെത് നമ്മൾ പറയുന്നത് ഇറ്റ് റിയാക്ട്സ് വിത്തിൻ 24 hours തന്നെയാണ്. അപ്പം അത് നോക്കുക. ഇറ്റ് റിയാക്ട്സ് വിത്തിൻ 24 hours. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്രയാണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് 864 ആണ്. 864 kJ/kg ആണ്. പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഫോർ ഏർലിയർ സെറ്റിംഗ് ആണ് കേട്ടോ. ഏർലിയർ സെറ്റിംഗ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് C3A ആണ്. പിന്നെ നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് C3S ആണ് അല്ലേ. C3S എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? C3S എന്ന് പറയുന്ന സമയത്ത് ഏർലിയസ്റ്റ് സ്ട്രെങ്ത്തിന് കാരണമാകുന്നുണ്ട്. ഏർലി സ്ട്രെങ്ത്. അതുപോലെ തന്നെ അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്രയാണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പറയുന്ന സമയത്ത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് 500 kJ/kg ആണ്. പിന്നെ ലാസ്റ്റ് വൺ നോക്കാനുള്ളത് C2S അല്ലേ. C2S ഡൈകാൽസ്യം സിലിക്കേറ്റ് പ്രോഗ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. പ്രോഗ്രസീവ് സ്ട്രെങ്ത് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പറയുന്ന സമയത്ത് 240 kJ/kg ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് C3A ആണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? C3S ആണ്. നെക്സ്റ്റ് വരുന്നത് C4AF ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് C2S ആണ് അല്ലേ. 864 ആണ്. 500, 420, 240. അപ്പോൾ ഇത് നോക്കി വെക്കുക. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓരോന്നിൻ്റെതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് ഏതിനാണെന്നൊക്കെ എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ടെസ്റ്റ് ഓൺ സിമെൻ്റ് ആണ് അല്ലേ. സിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ടെസ്റ്റ് ഓൺ സിമെൻറ്റ്.
അപ്പോൾ നമ്മളെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? എടുത്തു പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വണ്ണ് ഫൈനസ് ടെസ്റ്റ്, പിന്നെ സെക്കൻഡ് വണ്ണ് കൺസിസ്റ്റൻസി ടെസ്റ്റ്, പിന്നെ തേർഡ് വണ്ണ് സെറ്റിംഗ് ടൈം അല്ലേ, സെറ്റിംഗ് ടൈം. ഫോർത്ത് വൺ ഏതാണ്? ഫോർത്ത് വണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ് അല്ലേ, സൗണ്ട്നെസ് ടെസ്റ്റ്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് അല്ലേ, സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്. അപ്പം ഇത്രയും ടെസ്റ്റാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റിൽ നോക്കാനുള്ള വേറൊരു കാര്യമാണ് ഫീൽഡ് ടെസ്റ്റും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റും അല്ലേ, ഫീൽഡ് ടെസ്റ്റും പിന്നെ ലാബ് ടെസ്റ്റും. ഇതാദ്യം പറയാം, ഫീൽഡ് ടെസ്റ്റും ലാബ് ടെസ്റ്റും അല്ലേ. ഫീൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഫീൽഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെ, നമുക്ക് ഫീൽഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓരോന്ന് നമുക്ക് നോക്കാം. ഫീൽഡ് ടെസ്റ്റിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഒന്നാണ് കളർ അല്ലേ. കളർ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതാണ് സിമെന്റിന്റെ കളർ വേണ്ടത്? ഗ്രീനിഷ് ഗ്രേ കളറാണ് അല്ലേ, ഗ്രീനിഷ് ഗ്രേ കളറാണ് സിമെന്റിന് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാനുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഫീൽഡിൽ നിന്ന് നോക്കാൻ പറ്റും അല്ലേ. എങ്ങനെയാണ് നോക്കാൻ പറ്റുക? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ, സിമെന്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഫീൽഡിൽ നിന്ന് എങ്ങനെയാണ് നോക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഫീൽ സ്മൂത്ത് അല്ലേ, നമ്മൾ അത് തൊടുന്ന സമയത്ത് നമുക്കൊരു സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് നോക്കാൻ പറ്റും. നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഫീൽ സ്മൂത്ത് ആണെങ്കിൽ അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. അതുപോലെ തന്നെ കൂൾ ഫീൽ അല്ലേ, നമ്മൾ സിമെന്റിൻ്റെ ഉള്ളിൽ കൈയിട്ട് നോക്കുന്ന സമയത്ത് ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൽ നമ്മളിപ്പോൾ കുറച്ച് സിമെന്റ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സിമെന്റ് സിങ്ക് ചെയ്ത് പോകുന്നുണ്ടോ നോക്കിയിട്ടൊക്കെ നമുക്ക് ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അല്ലേ. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് പ്രസൻസ് ഓഫ് ലംസ് അല്ലേ. അപ്പോൾ നമ്മൾ ഫീൽഡിൽ ഒരു സിമെന്റ് ബാഗ് ഉണ്ടെങ്കിൽ ആ സിമെന്റ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ലംസ് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മോയ്സ്ചർ കടന്നിട്ടുണ്ട് എന്നാണ് അല്ലേ. അപ്പം അതാണ് തേർഡ് ഫിസിക്കൽ ടെസ്റ്റിൽ തന്നെ നമ്മൾ തേർഡ് നോക്കേണ്ട ഒരു കാര്യം, പ്രസൻസ് ഓഫ് ലംബ് അല്ലേ, ലംസ് ഉണ്ടോ നോക്കണം. ഓക്കെ, അതാണ് ഫീൽഡ് ടെസ്റ്റിൽ നമ്മൾ കളർ നോക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കും, പ്രസൻസ് ഓഫ് ലംസ് നോക്കും അല്ലേ. പിന്നെ ലാബ് ടെസ്റ്റ് ആണെങ്കിലോ, ലാബ് ടെസ്റ്റിൽ നമ്മൾ എന്താണ് നോക്കുക? ലാബ് ടെസ്റ്റിൽ നമ്മൾ കെമിക്കൽ കോമ്പോസിഷൻസ് നോക്കും. നമ്മൾ കോമ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻസിന്റെ അളവ് കറക്റ്റ് ആണോ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാനുള്ളതിൽ ആ ഒരു റേഷ്യോ ഒക്കെ നമ്മൾ നോക്കുന്നതാണ് കെമിക്കൽ കോമ്പോസിഷൻസ് അല്ലേ, കെമിക്കൽ കോമ്പോസിഷൻ. പിന്നെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഒക്കെ നമുക്ക് ലാബ് ടെസ്റ്റിൽ വരുന്നതാണ്. ഫൈനസ് ടെസ്റ്റ്, കൺസിസ്റ്റൻസി ടെസ്റ്റ്, സെറ്റിംഗ് ടൈം ടെസ്റ്റ്, അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ നോക്കുക ലാബ് ടെസ്റ്റിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ലാബ് ടെസ്റ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്താണ്, ഫൈനസ് ടെസ്റ്റ് എന്താണെന്നൊക്കെ നോക്കാം അല്ലേ. അപ്പം ഫൈനസ് ടെസ്റ്റ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫൈനസ് ടെസ്റ്റ് ആണ്. ടെസ്റ്റിലെ ഫൈനസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സീവ് ടെസ്റ്റ് ആണല്ലേ, എത്രത്തോളം ഫൈൻ ആണെന്ന് നമ്മൾ നോക്കും. സീവ് ടെസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സർഫസ് ഏരിയാസ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് സിമെന്റ് എത്രയാണ് പറയുക? സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് സിമെന്റ് അല്ലേ, ഏരിയ ഓഫ് സിമെന്റ് പറയുകയാണെങ്കിൽ എത്രയാണ് നമ്മൾ പറയുക? നോട്ട് ലെസ് ദാൻ 2250 അല്ലേ, 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം അല്ലേ, സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് നമ്മൾ സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് സിമെന്റ് എന്ന് നോർമലി നമ്മൾ പറയാറുള്ളത്.
അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2250 cm²/g ആണ്. അത് തന്നെയാണ് നമ്മൾ OPCൻ്റെ അല്ലേ. OPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്. അതിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയയും നമ്മൾ ഈ ഒരു സെയിം വാല്യൂ തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെങ്കിലോ, സിമെന്റിന്റെ തന്നെ ക്ലാസിഫിക്കേഷൻ നമ്മളിന്ന് ജസ്റ്റ് പറയുന്നുണ്ട്. അപ്പം അതിന്റെ മുന്നേ ജസ്റ്റ് ഇതിന്റെ ഫൈനസ് ടെസ്റ്റിന്റെ ആ ഒരു സ്പെസിഫിക് സർഫസ് ഏരിയ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ എത്രയാണ് വരിക? റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് അല്ലെ, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ വരുന്നത് 3250 cm²/g ആണ്. പിന്നെ നമുക്ക് തേർഡ് വണ്ണ് നോക്കാനുള്ളത് ഏതാണ്? തേർഡ് വണ്ണ് നമുക്ക് നോക്കാനുള്ളതാണ് ലോ ഹീറ്റ് സിമെന്റ് അല്ലെ. ലോ ഹീറ്റ് സിമെന്റും അതുപോലെ തന്നെ ഹൈ അലൂമിന സിമെന്റും ഒക്കെ ഉണ്ട്. ലോ ഹീറ്റ് സിമെന്റ് ആണെങ്കിൽ അതിൽ വരുന്ന സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3200 cm²/g ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ഹൈ അലൂമിന സിമെന്റ് അല്ലെ. ഹൈ അലൂമിന സിമെന്റ് ആണെങ്കിൽ ഏതാണ് സ്പെസിഫിക് സർഫസ് ഏരിയ വരുന്നത്? സെയിം 2250 cm²/g ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് നമ്മൾ ഫൈനസ് ടെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഫൈനസ് കൂടുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയാണോ ചെയ്യുക അതോ കുറയാണോ ചെയ്യുക? അപ്പം സിമെന്റിന്റെ ഫൈനസ് കൂടുകയാണ് അല്ലേ. സിമെന്റിന്റെ ഫൈനസ് കൂടുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയാണോ കുറയാണോ ചെയ്യുക? സർഫസ് ഏരിയ കൂടുകയാണല്ലേ ചെയ്യുക. ഫൈനസ് കൂടുകയാണെങ്കിൽ സർഫസ് ഏരിയ കൂടുകയാണ് അല്ലേ ചെയ്യുക. നിങ്ങൾക്കിപ്പം അറിയാം, നിങ്ങളിപ്പോൾ ഒരു പഞ്ചസാര അല്ലേ, പഞ്ചസാര നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിങ്ങനെ ഫൈനായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയാണല്ലേ ചെയ്യുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഫൈനസ് കൂടുന്ന സമയത്ത് സർഫസ് ഏരിയ കൂടുകയാണല്ലേ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ഹൈഡ്രേഷനും കൂടുകയാണ് ചെയ്യുക. സ്ട്രെങ്ത്തും കൂടുകയാണ് ചെയ്യുക. അപ്പം അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മ വെക്കുക. ഫൈനസ് കൂടുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലേ, റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രെങ്ത്തും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ഫൈനസിൽ നോക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് അല്ലേ. കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റിക്വയർമെന്റ്സ് ആണ് അല്ലേ. നമുക്കൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമെന്റ് പേസ്റ്റിലേക്ക് നമ്മൾ ആക്കണം അല്ലേ. അപ്പം ആ ഒരു സിമെന്റ് പേസ്റ്റിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് എത്ര വാട്ടർ നമുക്ക് കറക്റ്റ് ആവശ്യമുണ്ട് എന്നുള്ളൊരു ടെസ്റ്റാണ് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റേഴ്സ് ആണ് വിക്കറ്റ് അപ്പാരറ്റേഴ്സ് അല്ലേ. കൺസിസ്റ്റൻസി ടെസ്റ്റിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിൻ ദ percentage of water required for preparing cement paste അല്ലേ. സിമെന്റ് പേഴ്സ് ആണ്. ഇത് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഡിറ്റർമിൻ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ determine the percentage of water required for preparing cement paste ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റേഴ്സ് ഏതാണ്? വിക്കറ്റ്സ് അപ്പാരറ്റേഴ്സ് ആണ് അല്ലേ. വിക്കറ്റ്സ് അപ്പാരറ്റേഴ്സ് ആണ് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ടെസ്റ്റ് ആണ് സെറ്റിംഗ് ടൈം ടെസ്റ്റ് അല്ലേ. സെറ്റിംഗ് ടൈമിൽ നമുക്ക് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഉണ്ട്, അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈമും ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റിംഗ് ടൈം എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സെറ്റിംഗ് ടൈം അല്ലേ. സെറ്റിംഗ് ടൈം നമ്മൾ നോക്കുന്ന സമയത്ത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതൊരു ടേബിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പോൾ സിമെന്റ് നമുക്ക് ഇവിടെ എഴുതാം. ഇനീഷ്യൽ സെറ്റിംഗ് അതുപോലെ ഫൈനൽ സെറ്റിംഗ് അല്ലേ. ഫൈനൽ സെറ്റിങ്ങും നോക്കുകയാണെങ്കിൽ
ഫസ്റ്റ് OPC അല്ലേ, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ് അല്ലേ. അതുപോലെ അതിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം പറയുന്ന സമയത്ത് 10 അവർ ആണ് വരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് അല്ലേ, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ എത്രയാണ് വരുന്നത്? അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് OPCന്റെ സെയിം തന്നെയാണ് വരുന്നത്, നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ്. അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം 10 അവർ ആണ് വരുന്നത്. പിന്നെ ഹൈ അലൂമിന സിമെന്റ് ആണെങ്കിലോ, ഹൈ അലൂമിന സിമെന്റ് ആണെങ്കിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത് 3.5 അവർ ആണ്, ഫൈനൽ സെറ്റിംഗ് ടൈം വരുന്നത് 5 അവർ ആണ്. പിന്നെ അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത് ക്യുക്ക് സെറ്റിംഗ് സിമെന്റിൻ്റെതാണ് അല്ലേ, ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് അല്ലേ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതിനേക്കാളും കുറവായിരിക്കില്ലേ കാരണം എന്താ വെച്ചാൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം അല്ലെ, ക്യുക്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം സെറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് അല്ലേ. അപ്പം അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ് കേട്ടോ. അത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് PSC തന്നെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് സൗണ്ട്നെസ് ടെസ്റ്റ് നോക്കാം അല്ലെ. സൗണ്ട്നെസ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം ആണ് അല്ലേ. പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം ആൻഡ് സിമെന്റ് ആണ്. അപ്പം അതാണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റിൽ കണ്ടുപിടിക്കുന്നത്. ടു ഡിറ്റക്ട് the presence of uncombined lime in cement. അതുപോലെ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണെന്ന് എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലേ ചാറ്റ്ലിയർ അല്ലേ, ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചാറ്റ്ലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നോക്കാനുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ, സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലേ ചാറ്റ്ലിയർ ഫ്ലാസ്ക് അല്ലേ, ലേ ചാറ്റ്ലിയർ ഫ്ലാസ്ക് ആണ്. അതുപോലെ തന്നെ സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 3.15 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റിൽ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത് 3.15 ആണ്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ടെസ്റ്റ് ഓൺ സിമെന്റിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സിമെന്റ്സ് ആണ് അല്ലേ. ടൈപ്പ് ഓഫ് സിമെന്റിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നതാണ് ലോ ഹീറ്റ് സിമെന്റ് അല്ലേ. ടൈപ്പ് ഓഫ് സിമെന്റ്, ഒരുപാട് ടൈപ്പ് ഓഫ് സിമെന്റ് പഠിക്കാനുണ്ട്, കുറച്ചെണ്ണം മാത്രമാണ് ഞാൻ പിക്ക് ചെയ്ത് പറയുന്നത്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒക്കെ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് വണ്ണ് പറയുന്നത് ലോ ഹീറ്റ് സിമെന്റ് അല്ലേ. ലോ ഹീറ്റ് സിമെന്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളത്. ലോ ഹീറ്റ് സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാസ് കോൺക്രീറ്റ് വർക്കിന് അല്ലേ. മാസ് കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റില്ല. മാസ് കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഹീറ്റിംഗ് കുറവാണെങ്കിലാണല്ലേ നല്ലത്. അപ്പം മാസ് കോൺക്രീറ്റ് വർക്കിനാണ് നമ്മൾ ലോ ഹീറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ C3A കണ്ടന്റ് 5%, C2S കണ്ടന്റ് 46% ആണ് ഉണ്ടാവുക. ട്രൈകാൽസ്യം അലൂമിനേറ്റും ഡൈകാൽസ്യം സിലിക്കേറ്റും ആണ്. നോക്കി വെക്കുക. പിന്നെ സെക്കൻഡ് വണ്ണ് നമ്മൾ നോക്കാൻ പോകുന്ന സിമെന്റ് അല്ലേ. സെക്കൻഡ് നമ്മൾ നോക്കുന്ന സിമെന്റ് ആണ് ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് അല്ലേ. ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് ആണ്. പെട്ടെന്ന് സെറ്റ് ആവുന്ന ടൈപ്പ് അല്ലേ, പെട്ടെന്ന് സെറ്റ് ആവുന്ന ടൈപ്പ് സിമെന്റ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ
ഈ ഒരു റണ്ണിങ് വാട്ടറിലൊക്കെ അല്ലെ, റണ്ണിങ് വാട്ടറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടേണ്ടത് നമുക്ക് ഈ ഒരു റണ്ണിങ് വാട്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ്. ഇതും ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. റണ്ണിങ് വാട്ടറിൽ അല്ലേ, റണ്ണിങ് വാട്ടർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പെർസെൻറ്റേജ് ഓഫ് ജിപ്സം അല്ലെങ്കിൽ റിട്ടാർഡറിന്റെ അളവ് വളരെ കുറവായിരിക്കും. നമ്മൾ കുറച്ചിട്ടായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. പെർസെൻറ്റേജ് ഓഫ് ജിപ്സം ഫോർ സെറ്റിംഗ് ഈസ് റെഡ്യൂസ്ഡ് അല്ലേ, റെഡ്യൂസ്ഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് തേർഡ് വൺ നോക്കാനുള്ളതാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് അല്ലേ, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബ്രിഡ്ജിലെ റോഡിൻ്റെയും ബ്രിഡ്ജിൻ്റെയും ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്ന് പറയുന്നത് അല്ലേ. അത് ബ്രിഡ്ജിനും റോഡിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏർലിയസ്റ്റ് സ്റ്റേജിൽ തന്നെ ഹൈ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഏർലിയസ്റ്റ് സ്റ്റേജിൽ തന്നെ ഹൈ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതിനെ കൊണ്ടാണ് നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനെ നമ്മൾ റോഡ് കൺസ്ട്രക്ഷനും ബ്രിഡ്ജ് കൺസ്ട്രക്ഷനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം നമുക്ക് ഫോം വർക്കൊക്കെ ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഫോം വർക്ക് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ പെട്ടെന്ന് ഫോം വർക്ക്സ് ഒക്കെ റിമൂവ് ചെയ്യേണ്ട ഏരിയകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് നമ്മൾ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇറ്റ് അറ്റൈൻസ് ഹൈ സ്ട്രെങ്ത് ഇൻ ഏർലിയസ്റ്റ് സ്റ്റേജ് അല്ലേ, ഏർലിയസ്റ്റ് സ്റ്റേജിൽ ഹൈ സ്ട്രെങ്ത് ഇത് അച്ചീവ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ റോഡ് വർക്കിനും അതുപോലെ തന്നെ ബ്രിഡ്ജ് വർക്കിനും ഒക്കെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് വൺ നമുക്ക് നോക്കാനുള്ളതാണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് അല്ലേ. അപ്പം സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്, ഇങ്ങനത്തെ സിമെന്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളത് അധികവും യൂസ് ചെയ്യുന്നത് മറൈൻ വർക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മറൈൻ വർക്കിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറൈൻ കൺസ്ട്രക്ഷൻ അല്ലേ, മറൈൻ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയകളിലൊക്കെ സിവിയർ ആൽക്കലൈൻ കണ്ടീഷൻസ് ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ ടൈമിൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ, നമ്മൾ നോർമൽ സിമെന്റ് ഒക്കെ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആഡ് ചെയ്യുന്നത്. എവിടെയാണ് ഇത് അധികം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറൈൻ കൺസ്ട്രക്ഷൻസിലാണ് നമ്മൾ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് അധികം യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിമെന്റ് മാത്രമാണ് നമ്മൾ പിക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അറ്റ്ലീസ്റ്റ് ഈ ഒരു സിമെന്റിൻ്റെതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. പറ്റുകയാണെങ്കിൽ എല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കുക അല്ലേ. കാരണം നമ്മുടെ സിലബസിൽ ടൈപ്പ് ഓഫ് സിമെന്റിന്റെ ഏരിയയും കൂടെ എടുത്ത് പറഞ്ഞത് കൊണ്ട് പറ്റുകയാണെങ്കിൽ എല്ലാ സിമെന്റിൻ്റെതും പഠിച്ചിട്ട് തന്നെ പോവുക. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സാൻഡിന്റെ നാച്ചുറൽ സോഴ്സസ് ഒന്ന് നോക്കാം. സാൻഡ് അല്ലേ, നമ്മൾ കോൺക്രീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സിമെന്റ്, സാൻഡ്, മെറ്റൽ എന്നുള്ള രീതിയിൽ അങ്ങനെയാണല്ലോ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ളത് നോക്കാം. സാൻഡിൽ നമുക്ക് നാച്ചുറൽ സോഴ്സസ്, ഏതൊക്കെ നാച്ചുറൽ സോഴ്സസ് എന്നാണ് നമുക്ക് സാൻഡ് കിട്ടുന്നത് നോക്കാം. നാച്ചുറൽ സോഴ്സസ് ഓഫ് സാൻഡ് അല്ലേ, നാച്ചുറൽ സോഴ്സസ് ഓഫ് സാൻഡ് നോക്കുമ്പോൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ സോഴ്സസ് ഏതൊക്കെയാണ്? നാച്ചുറൽ സോഴ്സസ് ഒന്ന് പിറ്റ് സാൻഡ് അല്ലേ, സാൻഡ് ഉണ്ട്. നെക്സ്റ്റ് വൺ വരുന്നതാണ് റിവർ സാൻഡ് അല്ലേ, നമ്മൾ റിവർ നോക്കി എടുക്കുന്ന സാൻഡ്.
പിന്നെ തേർഡ് വണ്ണാണ് സീ സാൻഡ് അല്ലേ. നമ്മൾ സീയിൽ നിന്ന് എടുക്കുന്ന സാൻഡുകളെ നമ്മൾ സീ സാൻഡ് എന്ന് പറയും. അതൊക്കെ നമുക്ക് ആ ഒരു പേരിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം അല്ലേ. അപ്പം അതിൽ നോക്കി വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിറ്റ് സാൻഡ് നമ്മൾ എത്ര ഡെപ്തിന് താഴെയാണ് എടുക്കുന്നത് നോക്കണം. നമ്മളൊരു പിറ്റ് എടുത്തതിന് ശേഷം അതിൽ നിന്ന് എടുക്കുന്ന സാൻഡാണ്. അതിൽ നമ്മൾ പിറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്കവേറ്റഡ് 1 meter to 2 meter അല്ലേ. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 meter to 2 meterൽ പിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന സാൻഡിനെയാണ് നമ്മൾ പിറ്റ് സാൻഡ് എന്ന് പറയുന്നത്. അപ്പം എക്സ്കവേറ്റഡ് ഫ്രം 1 meter to 2 meter ഫ്രം ഗ്രൗണ്ട് ലെവൽ പിന്നെ റിവർ സാൻഡ് അല്ലേ. റിവർ സാൻഡിൽ എന്താണ് വരിക, നമ്മൾ റിവർ സൈഡ് ബെഡ് എന്ന് എടുക്കുന്നത് അല്ലേ. റിവർ സൈഡ് ബെഡ് എന്ന് നമ്മൾ എടുക്കുന്ന സാൻഡുകളെയാണ് നമ്മൾ റിവർ സാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീ സാൻഡ് അല്ലേ. സീ സാൻഡ് എന്ന് പറയുന്നത് നമ്മൾ സീ ഷോർ എന്ന് എടുക്കുന്ന സാൻഡുകളെയാണ് നമ്മൾ സീ സാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ള സാൻഡുകളെ അല്ലെങ്കിൽ പൊതുവെ സാൻഡിനെ നമ്മൾ അതിൻ്റെ ഗ്രേഡ് സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രെയിൻ സൈസ് വെച്ചിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ സാൻഡ്, അതുപോലെ തന്നെ കോഴ്സ് സാൻഡ്, ഗ്രാവൽ സാൻഡ് അല്ലേ. ഗ്രാവൽ സാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫൈൻ സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.5875 mm ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്യുന്നത് അല്ലേ. പാസ് ചെയ്യുന്നതിനെ നമ്മൾ ഫൈൻ സാൻഡ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ കോഴ്സ് സാൻഡ് ആണെങ്കിൽ 3.175 mm സീവിലൂടെ പാസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ കോഴ്സ് സാൻഡ് എന്ന് പറയും. ഗ്രാവൽ സാൻഡിലേക്ക് പോവുകയാണെങ്കിൽ 7.62 mm സീവിലൂടെ പാസ് ചെയ്യുന്നതിന് നമ്മൾ ഗ്രാവൽ സാൻഡ് എന്നും പറയും. ഈ ഒരു ഗ്രാവൽ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രാവൽ സാൻഡ് എന്ന് പറയുന്നത്. കോഴ്സ് സാൻഡ് ആണെങ്കിൽ കോഴ്സ് സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മേസൺറി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഫൈൻ സാൻഡ് ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് ഓർത്ത് വെക്കുക. ഫൈൻ ആയിട്ടുള്ളതിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷ് ആണല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഫൈൻ ആയിട്ടുള്ള സാൻഡാണ് നമ്മൾ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിലുള്ള സാൻഡിനെ നോക്കി. ഇനി നമ്മൾ അഗ്രഗേറ്റിനെ നോക്കുകയാണെങ്കിലോ, അഗ്രഗേറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത് എങ്ങനെയൊക്കെയാണ്? അഗ്രഗേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് ബേസ്ഡ് ഓൺ സൈസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസ്ഡ് ഓൺ സൈസ് ഒന്ന് ജസ്റ്റ് പറയാം. ബേസ്ഡ് ഓൺ സൈസ് ആണെങ്കിൽ നമ്മൾ അഗ്രഗേറ്റിനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണവ? ഫൈൻ അഗ്രഗേറ്റും അതുപോലെ തന്നെ കോഴ്സ് അഗ്രഗേറ്റും അല്ലേ. കോഴ്സ് അഗ്രഗേറ്റുമായിട്ട് നമ്മൾ അഗ്രഗേറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫൈൻ അഗ്രഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഗ്രഗേറ്റ് പാസിംഗ് ത്രൂ 4.75 mm സീവ് അല്ലേ. 4.75 mm സീവിലൂടെ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈൻ അഗ്രഗേറ്റ് എന്ന് പറയുന്നത്. അഗ്രഗേറ്റ് പാസിംഗ് 4.75 mm സീവ് അല്ലേ, അത് നമ്മൾ ഫൈൻ അഗ്രഗേറ്റ് എന്ന് പറയും. കോഴ്സ് അഗ്രഗേറ്റ് ആണെങ്കിലോ അഗ്രഗേറ്റ് റീറ്റൈൻഡ് ഇൻ 4.75 mm സീവ് അല്ലേ. അഗ്രഗേറ്റ് റീറ്റൈൻഡ് ഇൻ 4.75 mm സീവിനെയാണ് നമ്മൾ കോഴ്സ് അഗ്രഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രഗേറ്റിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻ അഗ്രഗേറ്റും കോഴ്സ് അഗ്രഗേറ്റ് എന്നും പറയും. അതുപോലെ തന്നെ അഗ്രഗേറ്റിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റൗണ്ടഡ് അഗ്രഗേറ്റ്, അതുപോലെ തന്നെ ഇറഗുലർ അല്ലെങ്കിൽ പാർഷ്യലി റൗണ്ടഡ് അഗ്രഗേറ്റ്, പിന്നെ അതുപോലെ തന്നെ ആംഗുലാർ, ഫ്ലാക്കി, ഇലോങ്ങേറ്റഡ് അഗ്രഗേറ്റ് എന്നൊക്കെ പറയും. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു അഗ്രഗേറ്റിന് അതിൻ്റെ
ബേസ്ഡ് ഓൺ ഒറിജിനലും പറയും, നാച്ചുറലും ആർട്ടിഫിഷ്യലും അല്ലേ. നമ്മൾ സാൻഡിൽ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതിനെയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതിനെയും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഗേറ്റിന്റെ മാക്സിമം സൈസ് അല്ലേ. അഗ്രഗേറ്റ് നമ്മൾ എടുക്കുന്നതിന്റെ മാക്സിമം സൈസ് വരുന്നത് വരുന്നത് എത്രയാണ്? മാക്സിമം സൈസ് ഓഫ് അഗ്രഗേറ്റ് എന്ന് പറയുന്നത് 80 mm ആണ് കേട്ടോ. 80 mm ആണ് അഗ്രഗേറ്റിന്റെ മാക്സിമം സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം സൈറ്റ് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ലിമിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ തിക്നെസ് ഓഫ് സെക്ഷൻ അല്ലേ. ഒരു സെക്ഷന്റെ തിക്നെസ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് നമ്മൾ അഗ്രഗേറ്റ് എടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സ്പേസിംഗ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് അല്ലേ. റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീലിനകത്തേക്ക് കമ്പി അല്ലെ, സ്റ്റീലിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു റെയിൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് റെയിൻഫോഴ്സ്മെന്റിന്റെ സ്പേസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അഗ്രഗേറ്റ് ചൂസ് ചെയ്യുന്നത്, അഗ്രഗേറ്റിന്റെ സൈസ് ചൂസ് ചെയ്യുന്നതിൽ നോക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലിയർ കവർ അല്ലെ, ക്ലിയർ കവറും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം മാക്സിമം സൈസ് ഈസ് ലിമിറ്റഡ് ബൈ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് തിക്നെസ് ഓഫ് സെക്ഷൻ, സെക്കൻഡ് വൺ ആണ് സ്പേസിംഗ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ്, തേർഡ് വൺ ആണ് ക്ലിയർ കവർ അല്ലേ. ക്ലിയർ കവർ ഇതിനെയൊക്കെ നമ്മൾ അഗ്രഗേറ്റിന്റെ തിക്നെസ് നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പം അതാണ് അഗ്രഗേറ്റ് എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഏരിയ ഏതാണ്? ഇനിയാണ് നമുക്ക് മോർട്ടാർ എന്നുള്ളൊരു സബ്ജക്റ്റ് നോക്കാം അല്ലേ. മോർട്ടാർ നമ്മൾ സിമെന്റുമായിട്ടും ഈ ഒരു ഏരിയ ആയിട്ട് മൊത്തം കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിലബസിൽ തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മോർട്ടാർ അല്ലേ, മോർട്ടാർ നമ്മൾ നോക്കുകയാണെങ്കിൽ മോർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോർട്ടാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ അല്ലേ, ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമെന്റ് അല്ലെ. സിമെന്റ് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ബൈൻഡിങ് മെറ്റീരിയൽ പ്ലസ് ഫൈൻ അഗ്രഗേറ്റ് പ്ലസ് വാട്ടർ അല്ലെ, വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ മോർട്ടാർ എന്ന് പറയുന്നത്. അപ്പം സാൻഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഫൈൻ അഗ്രഗേറ്റും കോഴ്സ് അഗ്രഗേറ്റും അല്ലെ. ഫൈൻ അഗ്രഗേറ്റിൽ വരുന്നതാണല്ലേ സാൻഡൊക്കെ, കോഴ്സ് അഗ്രഗേറ്റിൻ്റെതും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മോർട്ടാറിലേക്ക് നോക്കുന്ന സമയത്ത് ബൈൻഡിങ് മെറ്റീരിയൽ പ്ലസ് ഫൈൻ അഗ്രഗേറ്റ് പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് അല്ലെ. ബൈൻഡിങ് മെറ്റീരിയലിനെ നമ്മൾ മെട്രിക്സ് എന്നും പറയും. അപ്പം ബൈൻഡിങ് മെറ്റീരിയൽ പ്ലസ് ഫൈൻ അഗ്രഗേറ്റ് പ്ലസ് വാട്ടർ ആണ് നമ്മൾ മോർട്ടാർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോർട്ടാറിൽ തന്നെ ലൈം മോർട്ടാറും സിമെന്റ് മോർട്ടാറും ഒന്ന് നോക്കാം അല്ലെ. ലൈം മോർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഫാറ്റ് ലൈമിനെ ആയിരിക്കും കേട്ടോ. ലൈം മോർട്ടാറിൽ നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഫാറ്റ് ലൈമിനെ ആയിരിക്കും, ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ സിമെന്റ് മോർട്ടാർ ആണെങ്കിലോ, സിമെന്റ് മോർട്ടാറിൽ നമ്മൾ സിമെന്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. സിമെന്റ് മോർട്ടാറിൽ നമ്മൾ സിമെന്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 to 1:6 ആണ് സിമെന്റ് മോർട്ടാറിൽ റേഷ്യോ വരുന്നത്, നോക്കി വെക്കുക. ഇനി നമുക്ക് മോർട്ടാറിൽ തന്നെ കുറച്ച് വർക്കുകളും അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മോർട്ടാറിന്റെ റേഷ്യോസും നോക്കാം. വർക്ക് അല്ലെ, വർക്കും അതുപോലെ തന്നെ മോർട്ടാറും നോക്കാം. വർക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് DPC അല്ലെ. ഫസ്റ്റ് നമുക്ക് പ്ലാസ്റ്ററിംഗ് വർക്ക് നോക്കാം. പ്ലാസ്റ്ററിംഗ് വർക്ക്
ആണെങ്കിൽ സിമെന്റ് മോട്ടാർ നമ്മൾ യൂസ് ചെയ്യുന്നത് 1:1 to 1:2 ആണ്. RCC വർക്ക് ആണെങ്കിൽ RCC വർക്ക് എന്ന് പറഞ്ഞാൽ ലിൻഡൽ അതുപോലെ തന്നെ സ്ലാബ് ഒക്കെ അല്ലേ, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമെന്റ് മോട്ടാറിന്റെ റേഷ്യോ 1:3 ആണ് വരുന്നത്. പിന്നെ RCCന്റെ ബ്രിക്ക് വർക്ക് ആണെങ്കിലും 1:3 തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് പാർട്ടീഷൻ വർക്ക് ഒക്കെ ആണെങ്കിൽ പാർട്ടീഷൻ വാളൊക്കെ ആണെങ്കിൽ പാരപ്പറ്റ് വാളൊക്കെ ആണെങ്കിൽ നമ്മൾ സിമെന്റ് മോട്ടാറിന്റെ റേഷ്യോ 1:3 ആണ്. ലൈം മോട്ടാർ ആണെങ്കിൽ 1:1 ആണ് വരുന്നത്. നോക്കി വെക്കുക. നമ്മൾ മോട്ടാറിന്റെ ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സിമെന്റ് കോൺക്രീറ്റ് എന്നുള്ള ഏരിയയിലേക്ക് കടക്കാം. സിമെന്റ് കോൺക്രീറ്റിലേക്ക് വരുന്ന സമയത്ത് സിമെന്റ് കോൺക്രീറ്റ് നമ്മൾ എന്തൊക്കെ മിക്സ് ചെയ്താലാണ് ഫോം ആവുക, അതാണല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പം എന്തിൻ്റെയൊക്കെ മിക്സിംഗ് ആണ് വരുന്നത്? സിമെന്റ് കോൺക്രീറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുമ്പം സിമെന്റ് കോൺക്രീറ്റ് ആണ്. സിമെന്റ് കോൺക്രീറ്റിൽ ഫസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിമെന്റ് തന്നെയാണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒന്ന് സിമെന്റ് തന്നെയാണ്. സിമെന്റ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സിമെന്റ് ആക്ട് ചെയ്യുന്നത് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് അഗ്രഗേറ്റിലുണ്ട്. അഗ്രഗേറ്റിൽ ഫൈൻ അഗ്രഗേറ്റും കോസ് അഗ്രഗേറ്റും ഉണ്ട് അല്ലേ. അഗ്രഗേറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഫൈൻ അഗ്രഗേറ്റും കോസ് അഗ്രഗേറ്റും ഉണ്ട്. അപ്പം ഫൈൻ അഗ്രഗേറ്റ് കോസ് അഗ്രഗേറ്റ് അല്ലേ. അതിൽ കോസ് അഗ്രഗേറ്റ് എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്ട് സ്ട്രെങ്ത് ആണ് അല്ലേ. സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഫൈൻ അഗ്രഗേറ്റ് ആണെങ്കിലോ ഫൈൻ അഗ്രഗേറ്റ് വേർഡ്സിനെ ഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യാനും അല്ലേ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കുക. പിന്നെ നമ്മൾ തേർഡ് വൺ ആഡ് ചെയ്യുന്നത് എന്താണ്? തേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നതാണല്ലേ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? വാട്ടർ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. മിക്സിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ് വാട്ടർ. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇതിലൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിൾ വാട്ടർ തന്നെയാണ് അല്ലേ. പോർട്ടബിൾ വാട്ടർ തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്ന ആ ഒരു വാട്ടറിന്റെ pH IS 456/2000 പ്രകാരം ഷാൾ നോട്ട് ലെസ് ദാൻ 6 ആണ് അല്ലേ. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് നമ്മൾ വാട്ടർ അല്ലേ. ഇപ്പൊ ഇതല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യും അല്ലേ. ഇൻഗ്രീഡിയൻസ് ആയിട്ട് കോൺക്രീറ്റിലേക്ക് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്നാണ് ആഡ് മിക്സ്ചേഴ്സ് അല്ലേ. ആഡ് മിക്സ്ചേഴ്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യാൻ, ഡിക്രീസ് ചെയ്യാൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇംപ്രൂവ് ചെയ്യേണ്ടിയിട്ട് അല്ലേ. നമ്മൾ സിമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇംപ്രൂവ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ. ആഡ് മിക്സ്ചേഴ്സ് നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ആവും അല്ലേ. പിന്നെ നമുക്ക് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യുക? റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സിമെന്റ് കോൺക്രീറ്റിൻ്റെതാണ്. സിമെന്റ് കോൺക്രീറ്റിലേക്ക് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വരണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ റെയിൻഫോഴ്സ്മെന്റും കൂടെ ആഡ് ചെയ്യും അല്ലേ. റെയിൻഫോഴ്സ്മെന്റും കൂടെ ആഡ് ചെയ്യും. നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു പോവാം. റെയിൻഫോഴ്സ്മെന്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ RCC എന്ന് പറയും അല്ലേ. റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയും. സ്റ്റീലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലാണ് അല്ലേ. സ്റ്റീലിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അധികം യൂസ് ചെയ്യുന്നത് സ്റ്റീൽ തന്നെയാണ്.
കാരണം സ്റ്റീലിൻ്റെ ആ ഒരു കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വാല്യൂ ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെതും കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വാല്യൂസ് ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് നമ്മൾ അധികം സ്റ്റീലാണല്ലേ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം സ്റ്റീലാണ് നമ്മൾ റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ സ്റ്റീലിൽ ഏതൊക്കെയാണുള്ളത്? HYSD ബാർസ് ഉണ്ട് അല്ലേ. HYSD ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർ അല്ലേ. ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർ ഉണ്ട്. ഇതിൽ എങ്ങനെയായിരിക്കും? ഇതിന്റെ സർഫസിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സർഫസിൽ കോറഗേഷൻസ് കാണും അല്ലേ. അങ്ങനത്തതിനെയാണ് നമ്മൾ HYSD ബാർസ് എന്ന് പറയുന്നത്. ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർ എന്നുള്ളത് ഓർത്ത് വെക്കുക. HYSD ബാർസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈൽഡ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. ഈൽഡ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തും അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു HYSD ബാർസ് ഏതൊക്കെ ടൈപ്പാണുള്ളത്? Fe415 ഉണ്ട്, Fe500 ഉണ്ട്, Fe550 എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. Fe550 എന്നൊക്കെ പറയും HYSD ബാർസ് അല്ലേ. പിന്നെ HYSD ബാർസ് കൂടാണ്ട് വേറെയുള്ള ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് അല്ലേ കോൾഡ് ട്വിസ്റ്റഡ് ബാർ എന്ന് പറയുന്നത്. കോൾഡ് ട്വിസ്റ്റഡ് ബാർ ഉണ്ട്. കോൾഡ് ട്വിസ്റ്റഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് സ്ട്രെങ്ത്തും ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും അല്ലേ. കൺസ്ട്രക്ഷന് അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് HYSD ബാർ ആണ്, ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ TMT ബാർ ഉണ്ട് അല്ലേ. TMT ബാർ അല്ലേ. TMT ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസ് അല്ലേ. തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസ് ആണ്. ഈ ഒരു TMT ബാർ എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്പാൻഷനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം റെയിൻഫോഴ്സ്മെന്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇപ്പം പറഞ്ഞു അല്ലേ, നമ്മൾ സിമെന്റും സാൻഡും അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും അതിൽ ആഡ് ചെയ്തിട്ട് അഗ്രഗേറ്റും അല്ലേ. സിമെന്റും വാട്ടറും അഗ്രഗേറ്റും ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കുക? കോൺക്രീറ്റ് എന്ന് പറഞ്ഞു അല്ലേ. കോൺക്രീറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ M20 M10 എന്നൊക്കെ ഉള്ള രീതിയിലാണ് അല്ലേ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മിക്സ് ആണ്. ഈ ഒരു 10, 20 എന്നൊക്കെ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിന് FCK എന്ന് നമ്മൾ പറയില്ല. FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ. അതിനെയാണ് നമ്മൾ FCK എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 100 ക്യൂബ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ 95% ക്യൂബ് വാല്യൂ വരുന്നത് 10 ആണെങ്കിൽ 10ന്റെ അടുത്ത് വരികയാണെങ്കിൽ അല്ലേ ഒരു 5% വേറെ ആയിരിക്കും. 95% ഈ ഒരു 10ന് അടുത്ത് വരികയാണെങ്കിലാണ് അല്ലേ നമ്മൾ ഇതേ രീതിയിൽ പറയുക. അതുപോലെ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Newton/mm² ആണ്, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് മിക്സും പിന്നെ അതിന്റെ പ്രൊപ്പോർഷൻസും പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലേ. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മിക്സ്, പ്രൊപ്പോർഷൻസ്, പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലേ. വാട്ടർ പെർ 50 kg ഓഫ് സിമെന്റ്. ഓരോന്നായിട്ട് ജസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ M5, പിന്നെ M5 ഉണ്ട്, M7.5 ഉണ്ട്, പിന്നെ M10 ഉണ്ട്, M15 ഉണ്ട്, M20, M25 അല്ലേ. ഇതിൻ്റെ റേഷ്യോസ് സിമ്പിളായിട്ട് ഫസ്റ്റ് നമുക്ക് 1:5:10 എന്ന് എഴുതാം. പിന്നെ 1:, പിന്നെ 5 എന്നുള്ളത് 4 ആവും, 10 എന്നുള്ളത് 8 ആവും അല്ലേ. 2 കുറഞ്ഞ് വരും. സെക്കൻഡ് വണ്ണത്തത് 1 കുറഞ്ഞ് വരും അല്ലേ. M10 ആവുന്ന സമയത്ത് 1:3:6 വരും. M15 ആവുന്ന സമയത്ത് 1:2:4 വരും അല്ലേ. ഇവിടെ വരെ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ M20യിലേക്ക് വരുന്ന സമയത്ത് 1:2 എന്നുള്ളത് 1.5 ആവും അല്ലേ. 1:2 1.5:2 എന്നാവും അല്ലേ. സോറി 1.5:3 അല്ലേ. ഇവിടെ 1.5 പിന്നെ അതിന്റെ ഡബിൾ ആയിട്ടുള്ളത് നമ്മൾ
3 എന്ന് പറഞ്ഞെഴുതും. പിന്നെ M25 M25 വരികയാണെങ്കിൽ 1:1:2 എന്നാണ് വരിക. ലാസ്റ്റ് രണ്ടെണ്ണം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചൊന്നുമില്ല, എല്ലാം സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ റേഷ്യോസ് എഴുതി പഠിക്കുകയാണെങ്കിൽ സിമ്പിളാണ്. നോക്കാം, ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി വാട്ടർ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 60 ലിറ്റർ, 45 ലിറ്റർ, 34 ലിറ്റർ, 32 ലിറ്റർ, 30 ലിറ്റർ, 28 ലിറ്റർ അല്ലേ. 28 ലിറ്റർ എന്നുള്ളത് ഓർത്ത് വെക്കുക. M5ന് 60 ലിറ്റർ, M7.5ന് 45 ലിറ്റർ, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു വെക്കുക. M10 ആണെങ്കിൽ 34, M15 ആണെങ്കിൽ 32, M20 ആണെങ്കിൽ 30, M25 ആണെങ്കിൽ 28 ലിറ്റർ അല്ലേ. അപ്പം നമ്മൾ പ്രപ്പോർഷൻസും ജസ്റ്റ് അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ്സും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പം കോൺക്രീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് നോക്കണം അല്ലേ. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്കിൽ നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എത്രത്തോളം ലോഡ് എടുക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അതിന് കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അങ്ങനെ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്ത് ഒരു സ്ലാബ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യല്ലല്ലോ ചെയ്യുക. നമ്മൾ ഓൾറെഡി നമുക്ക് അതിന് ഇത്ര ഉള്ള സൈസ് ഉള്ളതിന് ഇത്ര എടുക്കാൻ പറ്റും, വെയിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയുണ്ടാവും അല്ലേ. അത് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ നമ്മൾ അറിഞ്ഞു വെച്ചിട്ടാണല്ലേ ഡിസൈൻ ചെയ്യുക. അപ്പം കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ, കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആദ്യം നമ്മളൊരു ക്യൂബ് ഉണ്ടാക്കും അല്ലേ. ക്യൂബിൻ്റെ സൈസ് എത്രയാണ്? അഗ്രഗേറ്റിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്യൂബിൻ്റെ സൈസ്. അഗ്രഗേറ്റ് സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 mm ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്യൂബിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 mm ആണ്. അപ്പം ഈ ഒരു സൈസിലുള്ള ക്യൂബ് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ ചെയ്യുക. അപ്പം അഗ്രഗേറ്റിൻ്റെ സൈസ് ലെസ് ദാൻ 20 mm ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്യൂബിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 mm ആണ്. ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ അഗ്രഗേറ്റിൻ്റെ സൈസ് പറഞ്ഞു അല്ലേ, അഗ്രഗേറ്റിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ക്യൂബ് എടുക്കുന്ന പറഞ്ഞു. അതിൽ 150 mm നിങ്ങൾ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അതാണ് അധികവും നമ്മൾ കണ്ടുവരാറുള്ളത്. ക്യൂബ് സൈസ് 150 mm ഉള്ളൊരു സൈസുള്ള നമ്മൾ ക്യൂബ് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാണല്ലേ ചെയ്യുക. 28 ഡേയ്സ് നമ്മൾ ഈ ഒരു ഒന്നുകൂടെ നമ്മൾ ഈ ഒരു ക്യൂബിൽ കോൺക്രീറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ ഏത് വർക്കാണോ ചെയ്യാൻ പോകുന്ന ഒരു റേഷ്യോയിലുള്ള കോൺക്രീറ്റ് മിക്സ് ചെയ്യും അല്ലേ. എന്നിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്യൂബിലേക്ക് നമ്മൾ നിറയ്ക്കും. നിങ്ങൾക്കറിയാലോ 25 ടൈംസ് ആയിട്ടൊക്കെ നമ്മൾ അതിനെ നിറച്ച് കഴിഞ്ഞതിന് ശേഷം 28 ദിവസം നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കും അല്ലേ. എന്നിട്ട് 28 ദിവസം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം UTM യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം അതിൽ എത്ര ലോഡ് കൊടുക്കുന്ന സമയത്താണ് അത് ബ്രേക്ക് ആവുന്നത് അല്ലെങ്കിൽ അതിൽ ക്രാക്ക് വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു ക്യൂബ് കംപ്രസീവ് ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യൂബും പിന്നെ അതിൻ്റെ സൈസും. നമ്മൾ അതിൽ 25 ടാമ്പിംഗ് ആണ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ കോൺക്രീറ്റ് മിക്സ് നിറയ്ക്കുന്നത്. 28 ദിവസം നമ്മൾ ക്യൂർ ചെയ്യും. എന്നിട്ട് നമ്മൾ UTM വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും അല്ലേ. UTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനാണ്. നമ്മൾ ക്യൂബ് 28 ദിവസം അല്ലേ 28 ഡേയ്സ് ആണ് വെള്ളത്തിൽ മുക്കി വെക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും. ഈ ഒരു ക്യൂബിനെ പോലെ തന്നെ നമ്മൾ സിലിണ്ടറിക്കൽ മൗൾഡും യൂസ് ചെയ്യും അല്ലേ ടെസ്റ്റ് ചെയ്യേണ്ടിയിട്ട്. സിലിണ്ടറിക്കൽ മൗൾഡിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഡയമീറ്ററും ഹൈറ്റും നോക്കി വെക്കുക. ഡയമീറ്റർ വരുന്നത് എത്രയാണ്? ഡയമീറ്റർ 150 ആണ് കേട്ടോ. ഡയമീറ്റർ 150 mm ആണ്. അതിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ ഈ ഒരു സിലിണ്ടറിൻ്റെ ഹൈറ്റ് എടുക്കുന്നത് 300 mm ആണ്. നോക്കി വെക്കുക. അതുപോലെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യൂബ് സ്ട്രെങ്ത് അല്ലേ, ക്യൂബിൽ കാണുന്ന സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 1.25 ടൈംസ് സിലിണ്ടറിക്കൽ സ്ട്രെങ്ത് ആയിരിക്കും. തിരിച്ചു പറയുകയാണെങ്കിലോ സിലിണ്ടറിക്കൽ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 0.8 ടൈംസ്
ക്യൂബ് സ്ട്രെങ്ത് ആണ് കേട്ടോ ഉണ്ടാവുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഈ ഒരു സിമെന്റിന്റെ മിക്സിലേക്ക് അല്ലെ, നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഒരു ആഡ് മിക്സ്ചേഴ്സ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ആഡ് മിക്സ്ചേഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഇപ്പൊ നമ്മൾ സിമെന്റ് അതുപോലെ തന്നെ അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒന്നാണ് ആഡ് മിക്സ്ചേഴ്സ് അല്ലെ. ആഡ് മിക്സ്ചേഴ്സ് നമ്മൾ സിമെന്റ്, സാൻഡ് അതുപോലെ തന്നെ അല്ലെങ്കിൽ സിമെന്റ്, അഗ്രഗേറ്റ്, വാട്ടർ ആഡ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ആഡ് മിക്സ്ചേഴ്സ് ആഡ് ചെയ്യും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തേണ്ടിയിട്ട് അല്ലെ. ഈ ഒരു ആഡ് മിക്സ്ചേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ ആഡ് മിക്സ്ചേഴ്സും അതുപോലെ തന്നെ കെമിക്കൽ ആഡ് മിക്സ്ചേഴ്സും അല്ലെ. കെമിക്കൽ ആഡ് മിക്സ്ചേഴ്സും. അപ്പൊ അതിൽ മിനറൽ ആഡ് മിക്സ്ചേഴ്സിൽ വരുന്നത് ഏതാണ്? ജസ്റ്റ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആഡ് മിക്സ്ചേഴ്സിൽ വരുന്നതാണ് ഫ്ലൈ ആഷ്, സിലിക്ക ഫ്യൂം, റൈസ് ഹസ്ക് ആഷ് വരുന്നത് ഈ ഒരു മിനറൽ ആഡ് മിക്സ്ചേഴ്സിലാണ്. അതുപോലെ നമുക്ക് കെമിക്കൽ ആഡ് മിക്സ്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. കെമിക്കൽ ആഡ് മിക്സ്ചേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? കെമിക്കൽ ആഡ് മിക്സ്ചേഴ്സ് ഉണ്ട്. കെമിക്കൽ ആഡ് മിക്സ്ചേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആക്സിലറേറ്റേഴ്സ്, ഇതൊക്കെ ആയിരിക്കില്ലേ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുക എക്സാമിന്. ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റിട്ടാർഡേഴ്സ് ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിസൈസേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് അല്ലേ. സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഇതൊക്കെയാണ് നമുക്കിപ്പം. ഇതും ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തെഴുതിയതാണ്. ആക്സിലറേറ്റേഴ്സ്, റിട്ടാർഡേഴ്സ്, പ്ലാസ്റ്റിസൈസേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് നാലും ഒന്ന് ജസ്റ്റ് നോക്കാം. എക്സാമിന് നമുക്ക് പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും ആണല്ലേ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ആഡ് മിക്സ്ചേഴ്സിൽ. അപ്പൊ നമുക്ക് ഈ ഒരു നാലെണ്ണം ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് അല്ലെ ആക്സിലറേറ്റേഴ്സ്. ആക്സിലറേറ്റേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിംഗ് ടൈമിനെ റെഡ്യൂസ് ചെയ്യേണ്ടിയിട്ടാണ് അല്ലേ. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആക്സിലറേറ്റ് setting or reduce setting time അല്ലേ. ടൈം എന്നുള്ളത് നോക്കുക. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് അല്ലേ എന്തൊക്കെയാണ് എക്സാമ്പിൾസ് എന്നുള്ളതും കൂടെ നോക്കുക. ഏതൊക്കെയാണ്? കാൽസ്യം ക്ലോറൈഡ് ഉണ്ട്, കാൽസ്യം ക്ലോറൈഡ് ഉണ്ട്. അതുപോലെ തന്നെ സോഡിയം തിയോസൈനേറ്റ് ഉണ്ട്, കാൽസ്യം നൈട്രേറ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഏർലിയസ് സെറ്റിംഗ് നടക്കുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫോം വർക്ക് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പാച്ച് വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കിട്ടണം അല്ലേ. നമുക്ക് ടൈം ഡ്യൂറേഷൻ കുറവാണെങ്കിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് സ്ട്രെങ്തോട് കൂടിയിട്ട് നമുക്ക് കിട്ടണമെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു ആക്സിലറേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വൺ നോക്കുന്നതാണ് റിട്ടാർഡേഴ്സ് അല്ലേ. റിട്ടാർഡേഴ്സ് സെക്കൻഡ് വൺ റിട്ടാർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആക്സിലറേറ്റ് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. ആക്സിലറേറ്റേഴ്സ് നമ്മൾ സെറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. റിട്ടാർഡേഴ്സ് ആണെങ്കിൽ നമുക്ക് സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇൻക്രീസ് സെറ്റിംഗ് ടൈം. സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്നാണല്ലേ ജിപ്സം. അതാണ് അധികവും ചോദിച്ചു വരാറുള്ളത്. നോക്കി വെക്കുക.
തേർഡ് വണ്ണ് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? തേർഡ് വണ്ണ് നമുക്ക് നോക്കാനുള്ളത് പ്ലാസ്റ്റിസൈസേഴ്സ് ആണ് അല്ലേ? പ്ലാസ്റ്റിസൈസേഴ്സിന്റെ എന്താണ്? പ്ലാസ്റ്റിസൈസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഹാൻസ് വർക്കബിലിറ്റി ആണ് അല്ലേ? വർക്കബിലിറ്റി എൻഹാൻസ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിസൈസേഴ്സിൻ്റെ ഇത് പറയുന്നത്. വർക്കബിലിറ്റി എൻഹാൻസ്ഡ്. ഇതിനു വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ലിഗ്നോ സൾഫേറ്റ് ഒക്കെ അല്ലേ? ലിഗ്നോ സൾഫേറ്റ് എന്നത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഫോർത്ത് വണ്ണ് നോക്കാനുള്ളതാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് അല്ലേ? സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഈ ഒരു നമ്മളൊരു കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം വർക്കബിലിറ്റി കിട്ടാൻ അല്ലേ? ഇപ്പൊ നമുക്ക് വാട്ടർ കണ്ടന്റ് കുറഞ്ഞാലും അതിന്റെ ആ ഒരു വർക്കബിലിറ്റിക്ക് റിഡക്ഷൻ ഒന്നും വരാതെ തന്നെ ഒരു ഫ്ലോലി കോൺക്രീറ്റ് നമുക്ക് കിട്ടേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? എക്സ്ട്രീം വർക്കബിലിറ്റി അല്ലെങ്കിൽ ഫ്ലോവബിലിറ്റി ഓഫ് കോൺക്രീറ്റ് അല്ലേ? കോൺക്രീറ്റ് മിക്സ് വിത്തൗട്ട് ലോസ് ഓഫ് വർക്കബിലിറ്റി അല്ലെങ്കിൽ റിഡക്ഷൻ വാട്ടർ വിത്തൗട്ട് ലോസ് ഓഫ് വർക്കബിലിറ്റി അല്ലേ? ഓർത്ത് വെക്കുക. നമ്മൾ കുറെ ആയില്ലേ വർക്കബിലിറ്റി എന്നുള്ള ടേം കേൾക്കുന്നു. അപ്പൊ എന്താണ് ഈ ഒരു വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഈസിനെസ്സിന് അല്ലേ? അപ്പം അതിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വർക്കബിലിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. മുന്നേ പറയേണ്ടതായിരുന്നു, എന്നോട് വിട്ടുപോയതാണ്. അപ്പൊ വർക്കബിലിറ്റി അല്ലേ? വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസിനെസ് ഇൻ ഹാൻഡ്ലിംഗ് കോൺക്രീറ്റ് അല്ലേ? ഹാൻഡ്ലിംഗ് കോൺക്രീറ്റ് ആണ്. ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യുക, പ്ലേസ് ചെയ്യുക അല്ലേ? അപ്പം അതിനെയൊക്കെയാണ് നമ്മൾ ആ ഒരു കോൺക്രീറ്റ്, നിങ്ങൾക്ക് അറിയാലേ നമ്മൾ സൈറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കോൺക്രീറ്റിൻ്റെത് എന്നുള്ളത്. അതുപോലെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കാനുള്ളതാണ് വർക്കബിലിറ്റിന്റെ ടെസ്റ്റിലെ അല്ലെങ്കിൽ ടെസ്റ്റ് ഫോർ ടു ഡിറ്റർമിൻ വർക്കബിലിറ്റി കാണേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ടെസ്റ്റ് ടു ഡിറ്റർമിൻ വർക്കബിലിറ്റി എന്നുള്ളത് നോക്കുക. ഏതൊക്കെ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് വർക്കബിലിറ്റി കാണേണ്ടിയിട്ട്? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണല്ലേ സ്ലംബ് ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്ലംബ് ടെസ്റ്റ്. സെക്കൻഡ് ചെയ്യുന്നതാണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. തേർഡ് വൺ നമ്മൾ ചെയ്യുന്ന എന്താണ്? VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് അല്ലേ? VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. പിന്നെ ഫ്ലോ ടേബിൾ ടെസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. എടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്ലംബ് ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് അത് മാത്രം ഡിസ്കസ് ചെയ്യാം അല്ലേ? ടൈം ഒരുപാട് ആയി. അപ്പോൾ നമുക്ക് അത് മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് സ്ലംബ് ടെസ്റ്റ് നോക്കാം അല്ലേ? സ്ലംബ് ടെസ്റ്റ്
സ്ലംബ് ടെസ്റ്റ് നമ്മളൊരു സ്ലംബ് കോണ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അല്ലേ. സ്ലംബ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ലംബ് കോണിൻ്റെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ടോപ്പ് ഡയ എന്ന് പറയുന്നത് ടോപ്പ് ഡയ 10 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ബോട്ടം ഡയ വരുന്നത് ബോട്ടം ഡയമീറ്റർ അല്ലേ, ബോട്ടം ഡയമീറ്റർ വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് അല്ലേ, ഈ ഒരു സ്ലംബ് കോണിൻ്റെ ഹൈറ്റ് വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ടോപ്പ് ഡയയും ബോട്ടം ഡയയും പിന്നെ അതിൻ്റെ ഹൈറ്റ് ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സ്ലംബ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ലംബ് കോണിലേക്ക് 3 ലെയേഴ്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കോൺക്രീറ്റ് ഡംപ് ചെയ്ത് കൊടുക്കണം അല്ലേ. എന്നിട്ട് നമ്മൾ ഈ ഒരു കോൺക്രീറ്റിൻ്റെ ആ ഒരു കോണ് റേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ ബാലൻസ് ഉള്ള ആ ഒരു ഇത് മെഷർ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സ്ലംബ് വാല്യൂസ് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സ്ലംബ് വാല്യൂസും കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. സ്ലംബ് വാല്യൂസ് അല്ലേ, സ്ലംബ് വാല്യൂസ് നോക്കുന്ന സമയത്ത് റോഡ് കൺസ്ട്രക്ഷൻ അല്ലേ, റോഡ് കൺസ്ട്രക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലംബ് വാല്യൂസ് എത്രയാണ് വരുന്നത്? റോഡ് കൺസ്ട്രക്ഷൻ്റെത് 20 to 40 mm ആണ് അല്ലേ. 20 to 40 mm ആണ് റോഡ് കൺസ്ട്രക്ഷൻ്റെത് വരുന്നത്. പിന്നെ മാസ് കോൺക്രീറ്റ് വർക്കാണെങ്കിലോ, മാസ് കോൺക്രീറ്റ് വർക്കാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ലംബ് വാല്യൂ എന്ന് പറയുന്നത് 25 to 50 mm ആണ്. പിന്നെ നമ്മൾ ബീംസും സ്ലാബും ഒക്കെ അല്ലേ, ബീമും സ്ലാബും ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നത് 25 ആണ് കേട്ടോ. 25 to 25 ആണ്. ബീംസ് ആൻഡ് സ്ലാബ് നമ്മൾ യൂസ് ചെയ്യുന്ന എത്രയാണ്? 50 to 100 mm ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നോർമൽ RCC വർക്ക് അല്ലേ, നോർമൽ RCC വർക്ക് ലൈക്ക് ഏതൊക്കെയാണ്? കോളം, തിൻ വാളൊക്കെ അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലംബ് വാല്യൂ എന്ന് പറയുന്നത് 80 to 150 mm ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോമ്പാക്ഷൻ ഫാക്ടർ ആണ് അല്ലേ. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആണ്. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് അല്ലേ, കോമ്പാക്ഷൻ ഒരു കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റിൽ നമ്മൾ പാർഷ്യൽ കോമ്പാക്ഷനും അതുപോലെ തന്നെ ഫുൾ കോമ്പാക്ഷനും ഉണ്ട് അല്ലേ. അപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് വൈഡായിട്ടൊക്കെ പറയാം. പാർഷ്യൽ കോമ്പാക്ഷനും അതുപോലെ തന്നെ ഫുൾ കോമ്പാക്ഷനും പറയുന്നുണ്ട്. പാർഷ്യൽ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ മുകളിൽ 2 ഹോപ്പറും പിന്നെ താഴെ സിലിണ്ടറും വെച്ചിട്ടാണ് അല്ലേ. നിങ്ങൾക്ക് അറിയണ്ടാവും. ഇതുപോലെ നമ്മൾ എന്നിട്ട് സിലിണ്ടറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാർഷ്യൽ കോമ്പാക്ഷൻ ചെയ്യുന്നത്. ഇതിൽ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. എന്നിട്ട് ഇവിടെ റിമൂവ് ചെയ്ത് കൊടുക്കും. ഇത് വന്നിട്ട് സെക്കൻഡ് ഹോപ്പറിലേക്ക് വീഴും അല്ലേ. അപ്പർ ഹോപ്പറിൽ നിന്ന് ലോവർ ഹോപ്പറിലേക്ക് വീഴും. എന്നിട്ട് സിലിണ്ടറിലേക്ക് എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഹോപ്പറിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ ഹോപ്പറിൽ നിന്ന് നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യും അല്ലേ. ബോട്ടം റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സിലിണ്ടറിലേക്ക് എത്രയാണോ കോൺക്രീറ്റ് വീഴുന്നത് ആ ഒരു സിലിണ്ടറിൻ്റെ മെഷർമെൻ്റ് ആണല്ലേ നമ്മൾ എടുക്കുക. അങ്ങനെയാണല്ലേ നമ്മൾ പാർഷ്യൽ കോമ്പാക്ഷൻ്റെത് കണ്ടുപിടിക്കുന്നത്. ഫുള്ളി കോമ്പാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സിലിണ്ടറിനകത്ത് സാമ്പിൾ ഒരു 3 ലെയർ ആയിട്ട് ഫില്ല് ചെയ്യും അല്ലേ. എന്നിട്ട് ഈച്ച് ലെയർ നമ്മൾ കോമ്പാക്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു വെയിറ്റ് ഓഫ് സിലിണ്ടർ എടുക്കും അല്ലേ. അങ്ങനെയാണല്ലേ നമ്മൾ ഫുൾ കോമ്പാക്ഷൻ ചെയ്യുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചതിന് ശേഷം കേൾക്കുകയാണെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഒരു ടൈം നമുക്ക് എന്തായാലും ഇല്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. അറിയുന്നവരാണെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഇക്വേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അല്ലേ. കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ആണല്ലേ. ജസ്റ്റ് അത് ഞാൻ എഴുതി തരാം. കോമ്പാക്റ്റിംഗ് ഫാക്ടർ അല്ലേ. കോമ്പാക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? വെയിറ്റ് ഓഫ് ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് അല്ലേ.
എന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മളിത് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റുകൾക്കാണ് അല്ലേ, ലോ വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റുകൾക്കാണ് നമ്മൾ അധികം കോമ്പാക്ഷൻ ഫാക്ടർ ചൂസ് ചെയ്യാന്നുള്ളത് നോക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിലെ നമ്മൾ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് ക്ലാസ്. ഇന്ന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് മൊഡ്യൂൾ 2 വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ അല്ലേ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുന്ന സമയത്ത് സ്ട്രെങ്ത് കൂടുകയാണോ സ്ട്രെങ്ത് കുറയുകയാണോ ചെയ്യുക? അത് മാത്രം ജസ്റ്റ് നമുക്ക് അങ്ങനെ നോട്ട് ചെയ്യാം. വാട്ടർ സിമെൻറ്റ് റേഷ്യോ അല്ലേ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത് അല്ലേ, സ്ട്രെങ്ത് എന്താവാണ് ചെയ്യുക? സ്ട്രെങ്ത് ഡിക്രീസ് ആണല്ലേ ചെയ്യുക, സ്ട്രെങ്ത് ഡിക്രീസ് ആണ് ചെയ്യുക. ആൻഡ് വൈസ് വേഴ്സ അല്ലേ. അപ്പം അങ്ങനെയാണ് വരിക. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇൻവേഴ്സ്ലി ആണ് അത് പ്രൊപ്പോർഷണൽ വരുന്നത്, നോക്കി വെക്കുക. അതുപോലെ നമ്മൾ സെക്കൻഡ് വണ്ണ് നോക്കുന്ന സമയത്ത് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് അല്ലേ, കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റിന്റെ കേസിലാണെങ്കിൽ ഹൈ കോമ്പാക്ഷൻ ആണെങ്കിൽ ഹൈ സ്ട്രെങ്ത് ആണ് അല്ലേ ഉണ്ടാവുക, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഹയ്യർ കോമ്പാക്ഷൻ എന്താണ് സ്ട്രെങ്ത് വരുന്നത് ഹയ്യർ ആണ് അല്ലേ, ഹയ്യർ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ വരുന്നത്. ഈ ഒരു ഹൈ കോമ്പാക്ഷനും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും വരുന്നത്, സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കോമ്പാക്ഷനും വരുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ജെൽ സ്പേസ് റേഷ്യോ അല്ലേ, ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജെൽ സ്പേസ് റേഷ്യോസ് കൂടുന്ന സമയത്ത് സ്ട്രെങ്ത്തും ഹയ്യർ ആവുകയാണല്ലേ ചെയ്യുക. എന്താണ് ഈ ഒരു ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റേഷ്യോ ഓഫ് സോളിഡ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ സോളിഡ് പ്രൊഡക്റ്റ് ഓഫ് ഹൈഡ്രേഷൻ ടു സ്പേസ് അവൈലബിൾ ഇൻ കോൺക്രീറ്റ് ഫോർ ദീസ് പ്രൊഡക്ട്സ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറയുന്നത്. തേർഡ് വൺ ജെൽ സ്പേസ് റേഷ്യോ. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് എഴുതി തരാം. റേഷ്യോ ഓഫ് solid product of hydration to space available in concrete for these products അല്ലേ. അപ്പം ഇതിൽ എങ്ങനെയാണ് ഈ ഒരു വർക്കബിലിറ്റിന്റെ കേസിൽ വരുന്നത് അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിന്റെ ബേസിൽ വരുന്നത്? കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിൽ വരുന്ന സമയത്ത് ഹയ്യർ ദ ജെൽ സ്പേസ് റേഷ്യോ, ഹയ്യർ സ്ട്രെങ്ത് ആണ് അല്ലേ വരിക. അപ്പം അത് നോക്കുക. അതുപോലെ അഗ്രഗേറ്റിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഹയ്യർ സ്ട്രെങ്ത് അഗ്രഗേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹയ്യർ സ്ട്രെങ്ത് തന്നെയായിരിക്കും അല്ലേ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അഗ്രഗേറ്റ് ഹയ്യർ സ്ട്രെങ്ത് ആണെങ്കിൽ ഹയ്യർ സ്ട്രെങ്ത് അഗ്രഗേറ്റ്
ഗിവ്സ് ഹൈ സ്ട്രെങ്ത് അല്ലേ, ഹയർ സ്ട്രെങ്ത് എന്നുള്ളത് നോക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ സിമെന്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നമ്മൾ അതിൽ കോമ്പോസിഷൻ ഓഫ് സിമെന്റ് പറഞ്ഞു. സിമെന്റിന്റെ കോമ്പോസിഷൻസ് എന്തൊക്കെയായിരുന്നു? സിമെന്റിന്റെ കോമ്പോസിഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈമ്, സിലിക്ക, അലൂമിന, കാൽസ്യം സൾഫേറ്റ്, അയോൺ ഓക്സൈഡ്, മഗ്നീഷ്യ, ആൽക്കലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലൈമ് 60 to 67% ആണെന്ന് പറഞ്ഞു. സിലിക്ക 70 to 25% ആണെന്നുള്ളത്. അയോൺ ഓക്സൈഡിന്റെ 3 to 4% ആണ്. അതൊക്കെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ബോഗ് കോമ്പൗണ്ട്സിൻ്റെത് പറഞ്ഞു അല്ലേ. കോമ്പൗണ്ട്സ് ഏതൊക്കെയായിരുന്നു? ഡൈ കാൽസ്യം സിലിക്കേറ്റ്, അതുപോലെ തന്നെ ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, പിന്നെ ട്രൈ കാൽസ്യം അലൂമിനേറ്റ്, അതുപോലെ തന്നെ ടെട്രാ കാൽസ്യം അലൂമിനിയം ഫെറൈറ്റ്സ് അല്ലേ. അപ്പം ഇതൊക്കെയാണ് ബോഗ് കോമ്പൗണ്ട്സ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലേ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കൂടുതലുള്ളത് ട്രൈ കാൽസ്യം അലൂമിനേറ്റിനാണ്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കുറവുള്ളത് ഡൈ കാൽസ്യം സിലിക്കേറ്റിനാണ്. അതൊക്കെ നോക്കി വെക്കുക, എക്സാമിന് അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് സിമെന്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് സിമെന്റിന്റെ ടെസ്റ്റ് പറഞ്ഞു അല്ലേ. നമ്മൾ ഫീൽഡ് ടെസ്റ്റും ലാബ് ടെസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീൽഡ് ടെസ്റ്റിൽ വരുന്നതായിരുന്നു കളറ്, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ലംസ് അല്ലേ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഫീൽഡ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ ഫീൽഡ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കെമിക്കൽ ടെസ്റ്റ്, ലാബ് ടെസ്റ്റ് ആണെങ്കിൽ ലാബ് ടെസ്റ്റിൽ വരുന്നതാണ് കെമിക്കൽ കോമ്പോസിഷൻ, അതുപോലെ തന്നെ ഫൈനസ് ടെസ്റ്റ്, കൺസിസ്റ്റൻസി ടെസ്റ്റ്, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം അല്ലേ, പിന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ. അപ്പോൾ നമ്മൾ അതിലായിരുന്നു അല്ലേ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ സിലബസിലും എടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. ഫൈനസ് ടെസ്റ്റ്, കൺസിസ്റ്റൻസി ടെസ്റ്റ് ഒക്കെയാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫൈനസ് ടെസ്റ്റ് നമ്മൾ സീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെസിഫിക് സർഫസ് ഏരിയ അല്ലെ, സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിൽ 2250 അല്ലെ, 2250 cm²/g ആണ്. അതുപോലെ തന്നെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെങ്കിൽ 3250 cm²/g ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ നമ്മൾ ഫൈനസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുണ്ടായിരുന്നത് കൺസിസ്റ്റൻസി ടെസ്റ്റ് ആയിരുന്നു. കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ പിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ അതിന്റെ പ്ലഞ്ചറിന്റെ സൈസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 10 mm പ്ലഞ്ചർ ആണ് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സെറ്റിംഗ് ടൈം അല്ലേ, സെറ്റിംഗ് ടൈം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന് നോട്ട് ലെസ് ദാൻ 30 minutes ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം ആണെങ്കിൽ 10 hour ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആണെങ്കിൽ 5 minutes ആണ് അതിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈനൽ സെറ്റിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 30 minutes ആണ്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെങ്കിൽ സെയിം നമ്മൾ OPC സിമെന്റിന്റെ തന്നെ അല്ലേ, നോട്ട് ലെസ് ദാൻ 30 minutes 10 hour ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാറുണ്ടായിരുന്നത് എന്തായിരുന്നു? നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു സൗണ്ട്നെസ് ടെസ്റ്റ് അല്ലെ. സൗണ്ട്നെസ് ടെസ്റ്റ് കാണുന്നത് എയർ ചാറ്റ്ലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ്. പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം ആണ് അല്ലെ, അൺകമ്പൈൻഡ് ലൈം ഇൻ സിമെന്റ് ആണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റിൽ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓരോ സിമെന്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. സിമെന്റിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമെന്റ് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൈൻ ഹൈ സ്ട്രെങ്ത് ഇൻ ഏർലിയർ സ്റ്റേജ് അല്ലേ, ഹൈ സ്ട്രെങ്ത് ഇൻ ഏർലിയർ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും ബ്രിഡ്ജിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആണെങ്കിൽ നമ്മൾ മറൈൻ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് അല്ലേ, ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ റണ്ണിങ് വാട്ടറിലൊക്കെ അല്ലെ, റണ്ണിങ് വാട്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മൾ സാൻഡിലേക്ക് വന്നു അല്ലെ. സാൻഡിലേക്ക് നമ്മൾ നാച്ചുറൽ സോഴ്സസ് ഓഫ് സാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റ് സാൻഡ്, റിവർ സാൻഡ്, സീ സാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അഗ്രഗേറ്റിൻ്റെത് പറഞ്ഞു. അഗ്രഗേറ്റിൻ്റെത് ഫൈൻ അഗ്രഗേറ്റും കോഴ്സ് അഗ്രഗേറ്റും പറഞ്ഞു അല്ലെ. ഫൈൻ അഗ്രഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് 4.75 mm സീവ് ആണ്. അതുപോലെ തന്നെ കോഴ്സ് അഗ്രഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൻഡ് ഓൺ 4.75 mm സീവ് അല്ലെ. അപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫൈൻ അഗ്രഗേറ്റും കോഴ്സ് അഗ്രഗേറ്റും. പിന്നെ അതുപോലെ തന്നെ മാക്സിമം സൈസ് ഓഫ് അഗ്രഗേറ്റ് 80 mm ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അഗ്രഗേറ്റിന്റെ സൈസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു? തിക്നെസ് ഓഫ് സെക്ഷൻ, അതുപോലെ തന്നെ ക്ലിയർ കവർ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ മോട്ടാറിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. മോട്ടാറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്
പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൻഡിങ് മെറ്റീരിയലും അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റും വാട്ടറും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണല്ലേ നമ്മൾ മോട്ടാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മോട്ടാറിന്റെ കുറച്ച് റേഷ്യോസ് ആയിരുന്നു അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈം സിമെന്റ് മോട്ടാറും അല്ലെങ്കിൽ ലൈം മോട്ടാറും സിമെന്റ് മോട്ടാറുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈം മോട്ടാറിൽ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഫാറ്റ് ലൈം ആയിരിക്കും അല്ലേ. സിമെന്റ് മോട്ടാറിന്റെ റേഷ്യോ 1:2 to 1:6 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കും പിന്നെ അതിന്റെ സിമെന്റ് മോട്ടാർ റേഷ്യോ അല്ലെ അതുമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്ററിങ് ആണെങ്കിൽ 1:1, സിമെന്റ് മോട്ടാറിലെ 1:1 to 1:2 എന്നുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RCC വർക്ക് ഒക്കെ ആണെങ്കിൽ സിമെന്റ് മോട്ടാർ 1:3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാർട്ടീഷൻ വർക്കിൽ പാർട്ടീഷൻ വാളൊക്കെ ആണെങ്കിൽ സിമെന്റ് മോട്ടാർ 1:3 എന്നും പിന്നെ അതുപോലെ തന്നെ പാർട്ടീഷൻ വാളിൻ്റെതൊക്കെ ലൈം മോട്ടാർ ആണെങ്കിൽ 1:1 പാരപ്പറ്റ് വാളിൻ്റെതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോൺക്രീറ്റിലേക്കാണ് അല്ലേ. കോൺക്രീറ്റിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ സിമെന്റ് അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റ് പിന്നെ കോസ് അഗ്രിഗേറ്റ് വാട്ടർ ആഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഒരു കോൺക്രീറ്റിൽ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണല്ലേ സിമെന്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിനെ ഫില്ല് ചെയ്യാൻ അതുപോലെ തന്നെ ഷ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു പറഞ്ഞു. കോസ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നു അല്ലേ. പിന്നെ വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ pH വാല്യൂ നോട്ട് ലെസ് ദാൻ 6 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആഡ്മിക്സ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ആഡ്മിക്സ്റ്റേഴ്സ് നമ്മൾ കോൺക്രീറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ചേഞ്ചസ് വരുത്തേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് അല്ലേ ആഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്റ്റീലിനെ കുറിച്ച് പറഞ്ഞു. റെയിൻഫോഴ്സ്മെന്റിൽ നമ്മൾ HYST പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോൾഡ് ട്വിസ്റ്റഡ് ബാർ പറഞ്ഞു. TMT ബാർസ് ഒക്കെ പറഞ്ഞു. അതിന്റെ എക്സ്പാൻഷൻ നോക്കി വെക്കുക. പിന്നെ മിക്സും പ്രൊപ്പോർഷൻസും പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് അല്ലേ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി വെക്കുക. പിന്നെ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ക്യൂബിന്റെ സൈസ് പറഞ്ഞു 150 mm ആണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നോക്കുക. പിന്നെ സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 mm ഡയയും ഹൈറ്റ് വരുന്നത് 300 mm ആണ്. പിന്നെ ക്യൂബ് സ്ട്രെങ്ത് = 1.25 ടൈംസ് സിലിണ്ടറിക്കൽ സ്ട്രെങ്ത് ആണ്. സിലിണ്ടറിക്കൽ സ്ട്രെങ്ത് = 0.8 ടൈംസ് ക്യൂബ് സ്ട്രെങ്ത് ആണ് അല്ലേ. പിന്നെ നമ്മൾ ആഡ്മിക്സ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആഡ്മിക്സ്റ്റേഴ്സ് എന്തായിരുന്നു മിനറൽ ആഡ്മിക്സ്റ്റേഴ്സും അതുപോലെ തന്നെ കെമിക്കൽ ആഡ്മിക്സ്റ്റേഴ്സും ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കെമിക്കൽ മിക്സ്ചേഴ്സ് ആണ് നമുക്ക് എടുത്ത് സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും അല്ലെ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആക്സിലറേറ്റേഴ്സും റിട്ടാർഡേഴ്സും എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വർക്കബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നത് അല്ലെ. സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്ട്രീം വർക്കബിലിറ്റി അല്ലെ. അതായത് ഫ്ലോബിലിറ്റി ഓഫ് കോൺക്രീറ്റ് മിക്സ് കിട്ടേണ്ടിയിട്ട് നമ്മൾ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ലോസ് ഓഫ് വർക്കബിലിറ്റി അല്ലെ വർക്കബിലിറ്റി ലോസ് ചെയ്യാതെ നമുക്ക് ഫ്ലോലെസ് ആയിട്ടുള്ള കോൺക്രീറ്റ് കിട്ടേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ വാട്ടർ കണ്ടന്റ് വിത്തൗട്ട് ലോസ് ഓഫ് വർക്കബിലിറ്റി അല്ലെ. അതാണ് നമ്മൾ ആഡ്മിക്സ്റ്റേഴ്സിൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കബിലിറ്റി ആണ്. വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈസിയസ് ഓഫ് ഹാൻഡ്ലിംഗ് കോൺക്രീറ്റ് അല്ലെ. അതിനാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയാന്ന് പറഞ്ഞു. അതായത് ഈസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പ്ലേസ് ചെയ്യാനുള്ള ഒക്കെ ഈസിനെസ് അല്ലേ. അതിൽ വർക്കബിലിറ്റിയിൽ നമ്മൾ സ്ലംബ് വാല്യൂസ് പറഞ്ഞു അല്ലെ. 2 ടെസ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർക്കബിലിറ്റി ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ട് നമുക്ക് സ്ലംബ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഉണ്ട്. VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലെ. അതിൽ സിലബസിൽ സ്ലംബ് ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആണല്ലേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്ലംബ് വാല്യൂസ് നോക്കുന്ന സമയത്ത് നമ്മൾ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ലംബ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 40 ആണ് വരുന്നത്. 40 mm ആണ്. ബീം ആൻഡ് സ്ലാബ് ആണെങ്കിൽ 50 to 100 mm ആണ്. മാസ് കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ 25 to 50 mm ആണ് വരുന്നത്. നോർമൽ RCC വർക്കിന് 80 to 150 ആണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നോക്കി വെക്കുക. പിന്നെ നമ്മൾ എന്താണ് ഈ ഒരു കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് എന്നും പിന്നെ അതുപോലെ തന്നെ സ്ലംബ് ടെസ്റ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്ലംബിന്റെ വാല്യൂസ് ഓർത്ത് വെക്കുക. ടോപ്പ് ഡയ ബോട്ടം ഡയ ഹൈറ്റ് അല്ലെ. ടോപ്പ് ഡയ 10 cm ആണ്. ബോട്ടം ഡയ 20 cm ആണ്. ഹൈറ്റ് വരുന്നത് 30 cm ആണ്. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് അല്ലെ. വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത് ഡിക്രീസ് ആണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് ഹയർ കോമ്പാക്ഷൻ വരുന്ന സമയത്ത് സ്ട്രെങ്ത്തും ഹയർ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ
അഗ്രിഗേറ്റിൻ്റെ പറയുന്ന സമയത്ത് ഹയർ സ്ട്രെങ്ത് ഓഫ് അഗ്രിഗേറ്റ് ആണെങ്കിൽ ഹയർ ആണ് അല്ലേ അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവുക. അപ്പം അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പം അന്ന് ഓൾമോസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സിലബസിൽ നോക്കിയിട്ട് എന്തായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൈമിൽ ഒരു ലിമിറ്റഡ് ടൈം ആണല്ലേ ഉള്ളത്. നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊഡ്യൂൾ 2 കവർ ചെയ്തിട്ട് മൊഡ്യൂൾ 2 അല്ല സോറി മൊഡ്യൂൾ 3 അല്ലേ മൊഡ്യൂൾ 1 and 2 സർവേ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൊഡ്യൂൾ 3ലേക്കാണ് അല്ലേ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ള ടോപ്പിക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിലുള്ള മാക്സിമം ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു റിവിഷൻ സെക്ഷൻ കാണുക. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ആ ഒരു സിലബസ് നോക്കിയിട്ട് ഏരിയാസ് കവർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്ലാസ് കാണുകയാണെങ്കിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഹെൽപ്ഫുൾ ആവുക അല്ലേ. നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ സ്പീഡായിട്ടാണ് റിവിഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1, 2, 3 കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് മൊഡ്യൂൾ 3ൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അധികം ഞാൻ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് പറ്റുന്ന പോലെ എന്തായാലും പറ്റുകയാണെങ്കിൽ മൊത്തം നിങ്ങൾ കാണണം. കാരണം നമ്മൾ എല്ലാത്തിൽ നിന്നും പിക്ക് ചെയ്തിട്ടുള്ള ഏരിയാസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ നമ്മുടെ സിലബസിൽ നമ്മൾ അത്രയും ചുരുക്കിയിട്ടാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും എന്തായാലും പഠിച്ചു വെക്കണം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.